മരുമകൻ എന്ന് രാത്രി 11:30 മണിയാകുമ്പോഴേക്കും ഫോണിൽ വിളിക്കും, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. എന്തിന് എന്ന അമ്മായിമ്മയ്ക്ക് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് ഷേർലി. 50 വയസ്സിന് താഴെയാണ് എൻ്റെ പ്രായം. എൻ്റെ മൂത്ത മകളുടെ കല്യാണം ഈ അടുത്ത കാലത്ത് നടന്നു. എന്ന് വെച്ചാൽ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. മകൻ ഇപ്പോൾ ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവും ഞാനും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. കല്യാണം കഴിഞ്ഞ് 5-6 മാസത്തേക്ക് എൻ്റെ മകളും ഭർത്താവും ഇവിടെ അല്ലായിരുന്നു. അവൻ്റെ ജോലി അങ്ങ് തെലങ്കാന സൈഡിലായിരുന്നു. അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് അവൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അവർ ഒരു സിറ്റിയിലായിരുന്നു താമസം. വല്ലപ്പോഴും ഇങ്ങോട്ട് വരും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് മെയിനായിട്ടും എൻ്റെ ഭർത്താവുമായിട്ട് ഒരു കമ്പനി കൂടാനാണ്. പുള്ളി തനിയിരുന്ന് മദ്യപിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ, സ്പെഷ്യലായി പുള്ളിയുടെ അനിയൻ വന്നാൽ, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നാൽ അത്ര മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴേ ഉള്ളേ. പിന്നെ അവരാരെങ്കിലും തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മദ്യപിക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നോട് നല്ല സ്നേഹമാണ്. പൊതുവേ പതിഞ്ഞ സ്വഭാവമാണെങ്കിലും കള്ളു കുടിച്ചു കഴിഞ്ഞാലല്ലേ പിന്നെ പാട്ടും കൂത്തും ഒക്കെയായി. അസലായി എൻ്റെ ഭർത്താവ് പാടും. പിന്നെ എനിക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ പാട്ട് പാടാറുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതുപോലെ പാടും. അത് അദ്ദേഹത്തിന് ഹരമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് പുള്ളി കുടിച്ചു കഴിയുമ്പോഴേക്കും പാടുന്നത്. അങ്ങനെ മരുമകൻ വന്നു കഴിഞ്ഞപ്പോഴാണ് പാട്ടും കൂത്തുമൊക്കെ ഒന്ന് കൂടിയത്. ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊന്ന് കയറിപ്പോകും. മുകൾ നിലയിലാണേ. അപ്പോൾ എന്നോടും എൻ്റെ ഹസ്ബൻഡ് തമാശകൾ പറയും. ചില സമയത്ത് ഇത്തിരി കൂടിയ തമാശകൾ പറയും. അപ്പോൾ ഞാൻ ഓർമ്മിക്കും, ആൾക്കാരിയ്ക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ സദസ്സിൽ ചർച്ച ചെയ്യലേ എന്ന് പറയും. പക്ഷേ പുള്ളി എന്നെ കളിയാക്കിയോ അല്ലെങ്കിൽ മുന വെച്ചോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ അന്നേരം എടുക്കാനാണ്. കുടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ അകത്തുള്ള എന്താ അതങ്ങ് വെളിയിൽ വരും. അപ്പോൾ എന്നെ ശരിക്കും എന്തെങ്കിലുമൊക്കെ പറയും. കളിയാക്കിയല്ല പറഞ്ഞത്, പക്ഷേ മറ്റ് ഇത്തിരി സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ചമ്മൽ ഇറിറ്റേഷനൊക്കെയാണ്. എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, കുടിച്ചു കഴിഞ്ഞാൽ കൺട്രോളില്ല. അങ്ങനെ മരുമകൻ വന്ന് ഒരു 3-4 വട്ടത്തെ കൂടി കഴിഞ്ഞപ്പോഴായിരിക്കും ഒരു ദിവസം വൈകുന്നേരം ഞാനില്ലേ ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മരുമകൻ ചെറുതായിട്ട് മദ്യം സിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭർത്താവിനെ നോക്കി. ഭർത്താവാണെങ്കിൽ ഇത്തിരി ഓവറാണ്. ഏതൊക്കെയോ പഴയ പാട്ടുകളോ പുതിയ പാട്ടുകളോ പാടുന്നു. മരുമകൻ അമ്മായച്ചനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താളം പിടിക്കുന്നുമുണ്ട്. അവന് പാടാനൊന്നും അറിയില്ല. എൻ്റെ മകളും അസലായി പാടും. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അമ്മേ, അച്ഛൻ എത്ര സുന്ദരമായിട്ടാണ് പാടുന്നത്. അച്ഛനെ വല്ല കോമ്പറ്റീഷന് വിടണ്ടായിരുന്നു. അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും ആകേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ ഭയങ്കര പ്രശസ്ത ഫാമിലിയിലെ ആളുകളായനി. പാട്ട് പാടി അച്ഛൻ അന്നേ പ്രശസ്തനായനി. സിനിമയിലൊക്കെ പാടി. ഞാൻ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി, ഉടനെ ആളുകളെ പിടിച്ചു വെച്ച് പാടിക്കും അങ്ങേരെ. അമ്മ കളിയാക്കണ്ട, ഇപ്പം പോയാലും അച്ഛനും ഒരു സിനിമയിൽ പാടാനുള്ള ചാൻസ് കിട്ടും. ഞാൻ പറഞ്ഞു, അതിനെന്താ, മരുമകനുണ്ടല്ലോ, കൊണ്ടുപോയി പാടിപ്പിക്ക് എന്ന് പറഞ്ഞു. ഭർത്താവ് അത് കേട്ടിട്ട് എന്നെ അടിപിടിയെ നോക്കി. എന്താണ് നിനക്കൊരു പുച്ഛം? നിനക്ക് രാത്രി ഞാൻ എന്നും പാട്ട് പാടി തരാറില്ലേ? ഞാൻ പറഞ്ഞു, ഒന്ന് പോ മനുഷ്യ, നിങ്ങൾ ഓരോരോ വേറെ പാട്ടുകളൊക്കെ പാടുന്നത് ചെക്കനിട്ടിരിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ എന്ന് പറഞ്ഞു. എടീ, അവന് കല്യാണം കഴിച്ചൊരു ഭർത്താവാണ്. അവനറിയാം ഭാര്യയും ഭർത്താവും തമ്മിലിരിക്കുമ്പോഴേക്കും എന്താണെന്ന്. അല്ലാതെ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞു. അവനെ നമ്മുടെ മരുമകനാ, മകൻ്റെ സ്ഥാനത്ത് കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മോനോട് പറയരുത് എന്ന് വാൺ ചെയ്തു. അപ്പോൾ ഭർത്താവ് എന്നോട് പറയുകയാണ്, ഞാൻ ഒരു പാട്ട് പാടട്ടെ? ഞാൻ പറഞ്ഞു, പാടണ്ട. എന്നാലും നിന്നെ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. അച്ഛൻ പാടച്ച. എന്ത് പാട്ടാ അച്ഛൻ അമ്മയെക്കുറിച്ച് പാടുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് മരുമകനും പറഞ്ഞു. ഭർത്താവിനെ നോക്കി പാടുകയാണ്. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല എന്ന് പാടി. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അമ്മ ഇന്ന് ഉറങ്ങില്ലെന്നർത്ഥം. ആ, അമ്മ മാത്രമല്ലടാ, ഞാനിന്ന് ഉറങ്ങില്ല, ഇവളെ ഞാനിന്ന് ഉറക്കില്ല എന്ന് പറഞ്ഞു. ഛീ, എന്തൊക്കെയാ മനുഷ്യ പറയുന്ന, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പാടുന്നു. മരുമോനെ, എടാ നീ പാടുമോ? അച്ഛൻ ഞാൻ പാടില്ല. എന്നാലും നിന്റെ അമ്മായിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഏത് പഴയ പാട്ടാണ് ഓർമ്മ വരുന്നത്? അച്ഛൻ എനിക്ക് പഴയ പാട്ടൊന്നും വലിയ ഓർമ്മയില്ല. എന്നാലും നീ പറ. അപ്പോൾ അവൻ പറയുകയാണേ, വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ഞാൻ അതൊന്നും കേട്ടിട്ട് പോലുമില്ല. ഏത് വെണ്ണ ഉറഞ്ഞ പോലെ ഇരിക്കുകയാണ് ഞാനെന്നോ. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത എന്തൊരു ജാള്യം തോന്നി. ഇവനെന്തിനാ എന്നെക്കുറിച്ച് അങ്ങനെ പാടുന്നത്?
ആഹാ, നിനക്കപ്പം കാര്യങ്ങളൊക്കെ അറിയാം. എന്താ അച്ഛാ? അല്ല, പഴയ പാട്ടുകളൊക്കെ അറിയാം. കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ പറഞ്ഞ പാട്ട് നല്ല പാട്ടാ. ഞാനാണെങ്കിൽ ഇവൾക്ക് പാടിക്കൊടുക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇവള് പഴയ പാട്ടൊന്നും കേട്ടിട്ടൊന്നുമില്ല. എടാ, എൻ്റെ ഗുണമാണ് എൻ്റെ മുളക്ക് കിട്ടിയിരിക്കുന്നത്. അവള് നന്നായി പാടുമല്ലോ. നിനക്ക് അവൾ പാട്ടൊക്കെ പാടിത്തരില്ലേ? അച്ഛാ, അവള് അത്യാവശ്യമൊക്കെ പാടാറുണ്ട്. പിന്നെ അവൾക്ക് ഇവിടുന്ന സമയം. ആദ്യം അവൾ പാടുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ നന്നായിട്ട് പാടുമെന്ന്. കാര്യം അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാട്ടുകാരുടെ ലക്ഷണമുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓ, ഇവക്ക് എവിടെയാണ് പാട്ടുകാരുടെ ലക്ഷണം? എൻ്റെ ഗുണമാണ് എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ മോൻ, അവൻ പാടുകയില്ല ആടുകയില്ല. ഇവിടെ ആ ഗുണമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് പോ മനുഷ്യ, പാട്ട് പാടേണ്ട ഒരു പാട്ട് പാടിക്കോളും. എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഗുണമൊന്നും കിട്ടില്ല. നിങ്ങൾ പാടിയിട്ടിപ്പം എന്ത് നേടി? എടീ, എന്തെങ്കിലും നേടാൻ നീ എന്നെ സമ്മതിച്ചോ? അതിനു മുമ്പേ എന്നെ നീ കൈപ്പിടിയിൽ ഒതുക്കിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒതുക്കി, നിങ്ങൾക്കങ്ങ് പോകരുതായിരുന്നു പാടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മരുമകനോട് എൻ്റെ ഭർത്താവ് പറയണം, ഇവൾക്ക് ഈ പാട്ട് ഡാൻസ് ഒന്നും വഴങ്ങില്ല, പക്ഷേ വേറെ ചില കലകൾ ഇവൾക്ക് നന്നായിട്ട് വഴങ്ങും. അപ്പം മരുമകൻ ചോദിച്ചു, അതേത് കല? ഞാൻ പറയാം, പക്ഷെ ആ കലയില്ലടാ മോനെ. രാത്രി ആകുമ്പോൾ മാത്രമേ ഉള്ളൂ. 1 PP, 2 നാദസ്വരം, 3 ഫ്ലൂട്ട്. ഈ വക കലകളൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ രാത്രി ഒരു 10 മണി കഴിയണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദൈവമേ, ഞാൻ നിന്നിടത്തുനിന്ന് ആ നിലയം ഇടിഞ്ഞ് താഴോട്ടങ്ങ് ചെന്ന് നിന്നാലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. അത്രയ്ക്ക് ഞാൻ നാണം കെട്ടുപോയി. ഹസ്ബൻഡ് ഇത് പറഞ്ഞിട്ട് ഭയങ്കര ചിരി. മരുമകനാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി അമർത്തിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, തിരിച്ചു മുറിൽ വരട്ടെ, അങ്ങേർക്ക് ഞാൻ വേണ്ടത് കൊടുക്കുന്നുണ്ട്. മരുമകൻ്റെ മുന്നിൽ വെച്ചിട്ട് എങ്ങനെയാണ് തെറി വിളിക്കുന്നത്? എനിക്ക് എല്ലാം അറിയാം, പക്ഷേ ഇപ്പോൾ ഡോസ് കൊടുക്കുന്നില്ല, വരട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും എനിക്കത് വല്ലാത്ത നാണക്കേടായിരുന്നു. എന്നെക്കുറിച്ച് മരുമകൻ എന്താകും വിചാരിക്കുക? അവൻ മനസ്സിൽ എന്തൊക്കെ കണ്ടു കാണും? ഇനി ആരോടെങ്കിലും പറയുമോ? എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി എങ്ങനെയാണ് മരുമകൻ്റെ മുഖത്ത് നോക്കുക? പിന്നെ ഞാൻ സമാധാനിച്ചു. ഇതൊക്കെ അവനും അറിയാവുന്നതാണല്ലോ, ഭാര്യ ഭർത്താവല്ലേ, അപ്പം അങ്ങനെ പലതും കാണും. എന്തായാലും ഞാൻ ജന്മന എങ്ങനെയൊന്നുമല്ല. എൻ്റെ ഭർത്താവിനോട് വന്നേ പിന്നെ അങ്ങനെ പരിശീലിപ്പിച്ചെടുത്താണ്. രാത്രിയാകുമ്പോഴേക്കും എന്നെ ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞിട്ടും എടി പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് മാഡം വെറുതെ ഇരിക്കുക? അപ്പം പിന്നെ ഹസ്ബൻഡ് കാര്യങ്ങൾ നോക്കണ്ടേ? അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ നന്നായി തലയൊഴിഞ്ഞെങ്കിലല്ലേ ഇവരെ നമ്മുടെ വരതിൽ വരുത്താൻ പറ്റുകയുള്ളൂ. എല്ലാം എൻ്റെ തെറ്റാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കള്ള് കുടിച്ചാൽ ഇതുപോലെ വിടുവായനൊരു ഭർത്താവ് ലോകത്ത് ഒരു സ്ത്രീക്കും കാണില്ല. ആരോടും പറയല്ലേ എന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങേരെ എല്ലാം പറയും. ചിലപ്പോൾ എൻ്റെ മരുമകൻ പോയി എൻ്റെ മോളോട് പറഞ്ഞിട്ട് 2 പേരും കൊണ്ട് ചിരിക്കായിരിക്കും. അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഹസ്ബൻഡ് രാത്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കണക്കെറ്റി പുള്ളിയെ ശകാരിച്ചു. പക്ഷേ മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് പുള്ളി അത് കാര്യമായിട്ട് എടുത്തില്ല. എന്തായാലും ഈ കഥയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അന്ന് മരുമകൻ ഇത്തിരി ഓവറായിരുന്നു. അതറിഞ്ഞ് മരുമകൾ സ്കൂട്ടിലിങ്ങി വന്നിട്ടുണ്ട്. 2 പേരും മുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒച്ചയുയർത്തി ഒത്തിരി സംസാരിക്കാനും പറ്റില്ല. പക്ഷേ ഹസ്ബൻഡ് അന്ന് ആവേശത്തോടു കൂടി കടത്ത് വെള്ളം ഒന്ന് തുഴയാനെത്തി. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഇത്ര അപമാനം എനിക്ക് നേരിട്ട സ്ഥിതിക്ക് ഇന്ന് തോണി ഒരു കരയ്ക്കും ഞാൻ അടുപ്പിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വെറുതെ കളം വരച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഇതൊക്കെ വലിയ കാര്യമായിട്ടെടുക്കുന്നത്? നീ നമ്മളുടെ മരുമകനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ നല്ലൊരു സുന്ദര കുട്ടപ്പനായതുകൊണ്ടല്ലേ നമ്മുടെ മോൾക്ക് നമ്മൾ ആലോചിച്ചത്. എടി, നീ ഒന്ന് നോക്ക്, അടിമുടി സൗന്ദര്യമുള്ളൊരു പുരുഷൻ, അതും നല്ല ബലിഷ്ഠമായ മസിലുകൾ, ശരീരത്തിനൊക്കെ എന്തൊരു ഭംഗിയാണ്. ഞാൻ പോലും ചെറുപ്പത്തിൽ ഇത്രയും ഭംഗിയിലല്ലായിരുന്നു അല്ലേ? അത് കറക്റ്റ്. എനിക്ക് കിട്ടാത്ത ഭാഗ്യം എൻ്റെ മകൾക്കെങ്കിലും കിട്ടിയല്ലോ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല പുരുഷന്മാർ ലോകത്തിലുണ്ടെന്ന് ബോധ്യമായല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ ഞാനാണ് ഏറ്റവും വലിയ സുന്ദരനെന്ന്. എടി, കള്ള് കുടിച്ചിട്ട് ഞാൻ പറയുവാണെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞതിന് ബാക്കി കേൾക്ക്. നീ മുറത്തിൽ കയറി കൊത്താതെ. അവൻ നല്ല പുരുഷ ലക്ഷണമുള്ള ഒരു പുരുഷനാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മകളുടെ ഭാഗ്യം. നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞത് കേൾക്കാം. എന്നാ പറ. എടി, അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. കാര്യം ഇത്തരം കഥകളൊക്കെ പറയാനും കേൾക്കാനുമൊക്കെ ഒത്തിരി താല്പര്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മകളെ ഇട്ടിട്ട് അവൻ എവിടെയെങ്കിലും പോകുമോ? ഇതാണ് പെണ്ണുങ്ങളുടെ പ്രശ്നം. ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും ഉടനെ തന്നെ അതിൽ മറ്റർത്ഥങ്ങൾ കണ്ടെത്തും. എടി,
അവൻ നല്ല ഉശിരുള്ളൊരാണാണ്. അവൻ ചിലപ്പോൾ പലരെയും നോക്കി നിന്നിരിക്കും. എടീ, ഇന്ന് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അവൻ ഒരു ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് വന്നിരുന്നത് നീ ശ്രദ്ധിച്ചോ? അതിലിത്ര ശ്രദ്ധിക്കാൻ എന്തിരിക്കുന്നു? ഓഹ് എടീ, ഞാൻ ശ്രദ്ധിച്ചു. കാര്യം അസാമാന്യമായ വീര്യം ഉള്ളിലൊതുക്കി ഒരുത്തിന് അവന്. നിങ്ങൾക്കിതൊക്കെ എന്താ മനുഷ്യൻ? നിങ്ങൾ എന്തിനാണ് അവനെ ആടിമുടി ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ പെണ്ണാണോ? പെണ്ണുങ്ങളല്ലേ സാധാരണ ആണുങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നീ പെണ്ണല്ലേ? എന്നിട്ട് നീ നോക്കിയോ? നീ വല്ലതും കണ്ടുപിടിച്ചോ? മനുഷ്യ, അവൻ എൻ്റെ മരുമകനാ. അവൻ്റെ മോനെപ്പോലെ ഉള്ളൂ. അവന് ഞാൻ എന്ത് നോക്കാനാണ്? എൻ്റെ മകൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമോ? എടീ, മകനാണെങ്കിലും മരുമകനാണെങ്കിലും നമ്മൾ എല്ലാവരുടെയും ഫീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അതിപ്പോൾ മനുഷ്യനല്ലേ, നോക്കിപ്പോകും. ഇപ്പം സ്വന്തം മകൾക്ക് നല്ലൊരു അങ്കലാവണ്യമുണ്ടെന്ന് അമ്മ കണ്ടുപിടിച്ച എന്താ പ്രശ്നം? അച്ഛൻ കണ്ടുപിടിച്ച എന്താ പ്രശ്നം? അല്ലെങ്കിൽ മകൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും ശ്രദ്ധിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എടീ, കള്ള് കുടിക്കുമ്പോൾ ഞാൻ പല കഥകളും പറയും, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ഓരോന്ന് വരുമെന്നല്ലേ നീ പറഞ്ഞത്? എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ വായിൽ നിന്നും അവൻ്റെ പഴയ കഥകളൊക്കെ വരാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു കില്ലാടിയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ മോളുടെ ഗതി എങ്ങനെയാകുമെന്നും. എടി, അവന് മോളോട് നല്ല സ്നേഹമുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ സമയത്തും അവളുടെ മുഖത്ത് നോക്കി ഇരിക്കാൻ പറ്റുമോ? അവളല്ലെങ്കിൽ ഇരിക്കുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എത്ര പേരെ ഇതിനു മുമ്പ് പ്രേമിച്ചതാണ്? നീ തന്നെ പറഞ്ഞിട്ടില്ലേ, പലയിടത്തും പോയി അവൾ പല കുഴപ്പങ്ങളും ഉണ്ടാക്കി. അബദ്ധം പറ്റാഞ്ഞത് ദൈവഭാഗ്യമാണെന്ന് നീ കല്യാണത്തിന് മുമ്പ് പറഞ്ഞില്ലേ? അതൊക്കെ ശരിയാ. അവൾക്ക് കുറേ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും അവൾക്കങ്ങ് ചാട്ടവും തുള്ളലുമല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, നിൻ്റെ ചാട്ടവും തുള്ളലുമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. വീട്ടിലിരിക്കുന്നത് ഞാൻ എവിടെയാണ് പോയി ചാടുകയും തുള്ളുകയും ചെയ്തത്? ഇപ്പോൾ ചാടിയനും തുള്ളിയനുമുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. നിങ്ങൾ മരുമകനോട് പറഞ്ഞ് എന്നെ അപമാനിച്ചില്ലേ? അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി, അത് അപമാനമൊന്നുമല്ല, ഒരു സൂചന അവന് കൊടുത്തതാണ്. എന്ത് സൂചന? അവനിനി നിന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങ് ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവനൊരു സൂചന കൊടുത്തതാണ്. കള്ളു കുടിച്ച് നിങ്ങളുടെ തലയുടെ ബോധമെല്ലാം പോയി. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കിടന്നുറങ്ങ്, എനിക്കൊന്നും കേൾക്കണ്ട. മരുമകനും അമ്മായിപ്പനും ചേർന്ന് ഒന്നിച്ച് കള്ളു കുടിച്ചിട്ട് അവസാനം ഇപ്പോൾ എന്തായിരിക്കുന്നത്? രണ്ടിൻ്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇവർ തമ്മിൽ എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളത്? എന്തായാലും എനിക്ക് പാരയാകുമെന്ന് തോന്നുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അടുത്ത ദിവസം മരുമകനും മകളും ഒക്കെ പോയി. വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡും ഞാനും തനിയായല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ എന്താ കാണിച്ചു കൂട്ടിയത്? എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾ കള്ളു കുടിച്ചു കഴിയുമ്പോഴേക്കും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു, എടീ, ഞാൻ ഇന്നലെ അത് ബോധമില്ലാതെ പറഞ്ഞതല്ല. എനിക്ക് പറഞ്ഞതൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അവൻ്റെ പഴയ കഥകളൊക്കെ അവൻ എന്നോട് വിസ്തരിച്ച് പറഞ്ഞു. അവൻ ചില്ലറക്കാരനല്ല, അത് നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇത്ര വയസ്സായിട്ടും നല്ല രസമുണ്ട് കാണാൻ. ഒരു ശില്പം പോലെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. അത്രയൊന്നും എൻ്റെ ഭാര്യയ്ക്ക് അങ്കലാവണ്യം കിട്ടിയിട്ടില്ല. അച്ഛന് കഥകളൊന്നും ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു അച്ഛൻ അമ്മയെ തന്നെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ടാണെന്നും ഞാൻ പറഞ്ഞു. അയ്യോടാ, എന്ത് നല്ല കഥ! നിങ്ങൾ ആ കഥയിൽ നല്ല കുഞ്ഞ്, എന്നെ മാത്രം നോക്കി ജീവിച്ച ഒരു പുരുഷൻ. അതേടി എൻ്റെ മണ്ടത്തരം. എനിക്ക് പറയാൻ വലിയ കഥകളൊന്നുമില്ല. നീ അവനോട് പോയി ചോദിക്ക് ഞാൻ എന്താ കഥ പറഞ്ഞെന്ന്. അല്ലെങ്കിൽ നീ അവിടെ കൊണ്ടുവന്ന് ഏതെങ്കിലും വോയിസ് റെക്കോർഡറോ മറ്റോ വെക്ക്. അപ്പോൾ ഞാൻ പറയുന്ന കഥകൾ മനസ്സിലാവുമല്ലോ. കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിയന്ത്രണമില്ല നീ പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യേ. തൽക്കാലം തർക്കിക്കാതെ ഞാൻ ബാക്കി പറയുന്നത് കേൾക്കൂ. പറ. അച്ഛൻ ഒരു ഭാഗ്യവാനാണ്. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ നല്ല വൈബാണെന്ന് എനിക്ക് കണ്ടാലറിയാം. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. നിന്റെ ചുണ്ട് കണ്ടപ്പോൾ അവന് മനസ്സിലായെന്നാണ് അവൻ പറഞ്ഞത്. എന്ത് തോന്നിയാസ പറഞ്ഞത്? എൻ്റെ ചുണ്ടിന് എന്താ പ്രശ്നം? അല്ലടി, നല്ല ഭംഗിയുള്ള ചുണ്ടുകളാണ് ഇപ്പോഴും. ഒരു 18കാരുടെ ചുണ്ടുകളാണ് നിനക്കുള്ളതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, നീ ഇപ്പോഴും എങ്ങനെയാണ് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്കിത്തിരി വണ്ണമായല്ലോ. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരുമാതിരി മെലിഞ്ഞ് നല്ല സുന്ദരിയായിരിക്കുന്നത്, ശില്പം പോലിരിക്കുന്നത് എന്നൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളതൊക്കെ കേട്ട് വാ പൊളി ചിരിച്ചുകൊണ്ടിരുന്ന് കാണും. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് കഥകളൊക്കെ പറയാൻ? ഞാൻ എന്തിനാടി നാണിക്കുന്നത്? അവൻ ഇങ്ങോട്ട് പറഞ്ഞതാണ്. എൻ്റെ ഭാര്യയെ അവൻ പുകഴ്ത്തി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലെ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവന് നിന്നോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ശരി, അവൻ കുഴപ്പക്കാരനാണെങ്കിൽ ഞാൻ അവരിൽ നിന്ന് അകന്നു മാറി നടക്കാം. ഒരകലം പാലിച്ചാൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ അകലൊന്നും പാലിക്കേണ്ട കാര്യമില്ല.
കാര്യമില്ല, അടുത്ത് പെരുമാറ്, ഒരു പ്രശ്നവുമില്ല. ഇത്രയൊക്കെ വർഷമായില്ലേ, ഇനിയും നമ്മൾ പഴയ കാര്യങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കരുത്. നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ പണ്ടത്തെ കാര്യങ്ങളോ സദാചാരങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവൻ നിന്നോട് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നീയും തിരിച്ച് ഇഷ്ടമുള്ളതുപോലെ പെരുമാറണം. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കള്ള് കുടിച്ചോ? എടി, കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അതൊരു സാന്ദ്രമായിട്ടങ്ങ് കരുതുക. കാര്യം ഇനിയിപ്പോൾ ഇത്രയും പ്രായമായി, കുറച്ച് നാളുടെ മാത്രമേ സന്തോഷകരമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് വയസ്സാകും. ഈ സമയത്ത് എൻജോയ് ചെയ്യാനുള്ളതും കാണാനുള്ളതും എല്ലാം കാണുകയും കേൾക്കാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണെന്നാണ് മരുമകൻ പറയുന്നത്. കൊള്ളാം, അവൻ ഇങ്ങനെ ചാടി നടക്കുന്ന ഒരു മരം ചാടി കുരങ്ങൻ. അവൻ നിങ്ങളെ പിടിച്ച് അവൻ്റെ ആ ഒരു രീതിയിലേക്ക് ഇട്ടു, നിങ്ങളെ പറഞ്ഞ് എരികേറ്റി. അവന് എൻ്റെ മോളെ കിട്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കണം. പല പെണ്ണുങ്ങളുമായിട്ടും അവന് ഓരോരോ സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. കൂട്ടത്തിൽ നിങ്ങളും ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട, എന്നെ മാത്രം സ്നേഹിക്കണ്ട. എൻ്റെ കാര്യങ്ങൾക്ക് പറഞ്ഞ് എരികേറ്റി സദാചാരമില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും പുതിയ പുതിയ കണക്ഷൻസ് അവൻ ഉണ്ടാക്കി തരും. ഇതല്ലേ നിങ്ങൾ രണ്ടുപേരുടെ പരിപാടി? കള്ള് കുടിച്ചിട്ടിരുന്ന് ആവശ്യമില്ലാത്ത ഓരോ കഥകൾ പറയുകയാണ്. ഒന്ന് പൊടി, ഞാൻ വേറെ ഒരു കാര്യം നോക്കി പോകുന്നില്ല. അവൻ ഈ കഥകളൊക്കെ വർണ്ണിച്ച് പറഞ്ഞപ്പോൾ പിന്നെ നിന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ നിന്നോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് തോന്നി. അവൻ്റെ കഥകളിൽ കൂടി ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. എന്താ എടി, അവൻ സത്യം പറഞ്ഞല്ലേ ഈ ചെറുപ്പക്കാരി പെൺപിള്ളേരെയല്ലേ ഒട്ടും ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ നമ്മുടെ മോൾക്ക് ഭയങ്കര രസമുള്ള ജീവിതമൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? എടി, അവനൊരു പുരാവസ്തു ഗവേഷകനാ. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല. അയ്യോ എടി പൊട്ടി, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഞാനിതൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ എനിക്ക് വല്ല നോബൽ സമ്മാനം കിട്ടിയേനെയും. പറ മനുഷ്യ തെളിച്ച്. എടി, അവന് സത്യം പറഞ്ഞാൽ ഒരു 45 to 50-55 വയസ്സുള്ള ആൾക്കാരെയാണ് ഇഷ്ടം, അല്ലാതെ ചെറുപ്പക്കാരികളല്ല. പിന്നെ എന്തിനാണോ അവൻ കല്യാണം കഴിച്ചത്? എടി, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ അവനവൻ്റെ ഒരു ആവശ്യമാണ്. ഇതിപ്പോൾ ഇഷ്ടമുള്ളവരെയാണോ എല്ലാവരും കല്യാണം കഴിക്കുന്നത്? ഇതൊക്കെ സമൂഹത്തിനൊരു സെറ്റപ്പിൽ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ അവൻ ഈ കല്യാണമൊക്കെ കഴിച്ചിട്ട് എന്താ ചെയ്യാൻ പ്ലാന്? എടി, അവൻ്റെ പഴയ കഥകളൊക്കെ കേട്ടപ്പോൾ ആൻറ്റിമാരുടെ കഥകളാണ് അവൻ പറയുന്നത്. അപ്പോൾ അവനിഷ്ടം ആൻറ്റിമാരെയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പുതുമോടിയിൽ ഇങ്ങനെ പോകുന്നു. ഇത് കഴിയുമ്പോഴേക്കും ഇവൻ ആൻറ്റിമാരെ തേടിപ്പോകും. നമ്മുടെ മോളുടെ ജീവിതം കുളമാവുകയും ചെയ്യും. ഞാനിങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ ഒന്ന് മനസ്സിൽ വന്നു. എന്ത്? അല്ല, ഇവിടെ നീ ഉണ്ടല്ലോ സർവാംഗ സുന്ദരിയായിട്ട്. നീ ഒന്ന് കളത്തിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും തേടി പോകില്ല. നമ്മളുടെ മോളുടെ ജീവിതം പച്ച പിടിക്കും. പിന്നെ നിനക്കൊരു റിലാക്സേഷൻ ആകും, എനിക്ക് കണ്ണിനൊരു ആനന്ദകരമായ സിറ്റുവേഷനുമാകും. ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണല്ലോ ചേട്ടാ. അതേടി, അവൻ്റെ മാനസികാവസ്ഥയും പ്രവർത്തികളൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാര്യയോടുള്ള സ്നേഹം കുറച്ച് നാളെ കാണുകയുള്ളൂ. നമ്മുടെ മകൾ അവസാനം ഇവൻ്റെ വിക്രയകളൊക്കെ കണ്ടുപിടിച്ച് കണ്ണീര് കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അങ്ങ് രംഗത്തിറങ്ങുന്നത് നല്ലത്. ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ആക്റ്റീവായി തുള്ളുന്ന നിനക്ക് അവനെ മാനേജ് ചെയ്യാൻ ഒരു പാടുമില്ല. അവൻ പ്രതീക്ഷിക്കുന്നത് ആവോളം നിന്നിലുണ്ട്. പിന്നെ നീ ഒന്ന് ഓർക്കുക, എന്നും കാഴ്ച ബംഗ്ലാവിൽ പോയി പെരുമ്പാവനെ കണ്ടു. പക്ഷേ പിന്നീട് ഒരനാക്കൊണ്ട കണ്ടാലല്ലേ ഉള്ളൂ കൂടുതൽ ഒരു അത്ഭുതവും സന്തോഷവും. അതുകൊണ്ട് ഇത് സ്യൂട്ടബിളാണ്. ഒന്ന് നമ്മുടെ രണ്ടുപേരും റിലാക്സേഷന്, പിന്നെ അവൻ്റെ ഒരു നിയന്ത്രണത്തിന്, പിന്നെ നമ്മളുടെ മകളുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ. നിങ്ങൾ എന്തായി പറഞ്ഞ്? നീ ഒന്നും പറയണ്ട. മരുമകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എല്ലാം റെഡിയാക്കാം. അപ്പം നിങ്ങളിത് സംസാരിച്ചെല്ലാം ഫിക്സ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. അവൻ്റെ മനസ്സ് എനിക്കറിയാമല്ലോ. നീ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ മകൾ അറിയാതെ നമ്മൾ സൂപ്പറായിട്ട് മാനേജ് ചെയ്യും. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ടോ പണ്ട് തൊട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു 10 വർഷമായിട്ട് എനിക്കിതൊക്കെ ഒന്ന് കാണണം. അല്ലെങ്കിൽ ഒന്ന് കൂട്ടുചേർന്ന് കുമ്മിയിടിക്കണം. എടീ, ഈ 3 പേര് ചേർന്നുള്ള സൗഹൃദമൊക്കെ ഇല്ലേ സൂപ്പർ ഹിറ്റാണ്. നിനക്കറിയില്ലേ? ഇൻ്റർനെറ്റ് നീ വീഡിയോ ഒക്കെ കാണുന്നല്ലേ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ മൊത്തം കിളിയും പറന്നുപോയി.
പറന്നു പോയി അങ്ങോട്ട് പോട്ടടി. കിളി പറന്നു പോയതോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. എന്തായാലും ഞാൻ മരുമാനോട് പറയും. പറയില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചാടല്ലേ. പറയവടി, ഞാൻ പറയും. ഉടനെ തന്നെ എൻ്റെ മരുമകനോട് ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോഴേക്കും മരുമകൻ, അമ്മേ റെഡി ആയിരുന്നോണം കേട്ടോ, എല്ലാം സീക്രട്ടാണ്. അമ്മ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. അമ്മ ഞങ്ങളുടെ സൂപ്പർ ചങ്കാണ്. പഴയ കാലത്തെ ആ സ്വഭാവമൊക്കെ അങ്ങ് മാറ്റി വയ്ക്ക്. നമ്മൾ മോഡേൺ ആണെന്ന് വിചാരിച്ചാൽ മതി. പ്ലീസ് അമ്മേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്ന് പോടാന്ന്. അതിൽ പിന്നില്ലേ മാഡം, അവൻ ഏകദേശം രാത്രി 11:30-12 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്നെ വിളിക്കും. അമ്മേ, അമ്മയുടെ തീരുമാനം എങ്ങനെയാ? റെഡിയാണോ അമ്മ? അമ്മ നാളത്തെ അംഗത്തിന് റെഡിയല്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെ? വാടാ, ഞാൻ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. ഒരു 1-2 മിനിറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്ന് രാത്രി അമ്മ വിളിക്കും. എൻ്റെ മോളിതൊന്നും അറിയുന്നില്ലെന്നുള്ളതാണ് എനിക്ക് സംശയം. പിന്നെ അവളോട് പറയാനും പറ്റില്ല. അവൾ ഇത്തിരി സെൻസിറ്റീവാണ്. ഇളക്കക്കാരിയാണെങ്കിലും ഇപ്പം ഭർത്താവിനോട് ഭയങ്കര അടുപ്പം കാണിക്കുന്നുണ്ട്. എന്താകുമോ എന്തോ. എന്തായാലും ഈ അടുത്ത കാലത്ത് അവൾക്ക് വിശേഷമുണ്ടായി. അതോടുകൂടി ഇത്തിരി കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളൊക്കെയായി. ഇവിടാണിപ്പോൾ സ്ഥിര താമസം. മുകളിലത്തെ നിലയിൽ ഭർത്താവ് മിക്കവാറും ദിവസങ്ങളിൽ കൂടെയുണ്ട്. പക്ഷേ അവനോടിപ്പോൾ വലിയ പ്രതിപത്തിയില്ല. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ മുറിയിൽ കിടക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവനോട് ഒരു മോശമായിട്ട സ്വഭാവം കാണിച്ച് അവൾ സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആ ഇവൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ സമയത്ത് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും മോനെ, നീ ഇവിടെ കണ്ടാൽ മതി. അവൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളും. നീ ദേ താഴെ വന്ന് കിടക്ക്, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ 10-11 മണിയാകുമ്പോഴേക്കും താഴെ എൻ്റെ മകൻ്റെ റൂമിൽ വന്ന് കിടക്കും. അത് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്നോട് ഹസ്ബൻഡ് നിർബന്ധിക്കാൻ തുടങ്ങി. എടി, അവൻ ഇത്ര അടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ മോൾ അവനെ അടുപ്പിക്കുന്നില്ല. ഒരു ചില്ലറ സഹായമൊക്കെ ഈ അവസ്ഥയിൽ ചെയ്യേണ്ടതല്ലേ? അവനാണല്ലേടി, എങ്ങനെയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ പോട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് എൻ്റെ മനസ്സായത്. അപ്പോഴേക്കും പിന്നെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ അവൻ്റെ മുറിയിലേക്കൊന്ന് ചെല്ലാൻ. ഞാൻ പറഞ്ഞു എനിക്കിങ്ങ് വയ്യാന്ന്. ചെല്ലടി എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ചു. പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയാം. എൻ്റെ കണ്ണിലെ ആരാധന അമ്മ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു കുന്തവും കണ്ടിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ കാണുമെന്ന് എനിക്കറിയാം. അമ്മ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കാണും. അമ്മയ്ക്ക് എന്നോട് ഇത്തിരി ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. അമ്മ എനിക്ക് കൂടുതൽ തർക്കിക്കേണ്ട കാര്യമില്ല. തർക്കിച്ചാൽ ഉള്ള മൂട് പോകും എന്ന് പറഞ്ഞ് അവൻ എന്നോട് ചേർന്ന് നിന്നു. പിന്നീട് അവൻ്റെ മാന്ത്രികമായ സ്പർശനങ്ങൾ അവിടെ വലിയൊരു മായിക ലോകം സൃഷ്ടിച്ചു. വാനോളം ഞാൻ പറന്നുയർന്ന പോലെ തോന്നുന്നു. ഒരു പട്ടം പൊട്ടിയ ചരട് കണക്കെ മുകളിലേക്ക് ഉയർന്ന് പാറിപ്പറന്ന് വട്ടം കറങ്ങി ചുഴികൾ ചുറ്റി ഞാൻ ആഴക്കടലിലേക്ക് വീണു പോകുകയായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് കാഴ്ച ബംഗ്ലാവിൽ പറഞ്ഞ പെരുമ്പാമ്പിൻ്റെയും അനാക്കൊണ്ടയുടെയും കഥകൾ എനിക്ക് മനസ്സിലായി. ഭർത്താവ് എനിക്ക് തന്ന അസുലഭമായ ഒരവസരമായിരുന്നു. ഞാനെന്തിനാണ് ഭർത്താവിനോട് ആദ്യം തർക്കിച്ചെന്ന് എനിക്കിപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നും. അന്ന് ഞാൻ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ അന്നേ തുടങ്ങായിരുന്നു. എത്ര നാളുകളാണ് വേസ്റ്റായി പോയത്. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും ഞങ്ങളോടൊത്തു വന്നു. ഇപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ പരീക്ഷണശാലകളിൽ പൊന്നൊരുക്കുകയാണ്. ഒരുക്കി ഞങ്ങൾ തങ്കം മെനയും. മാഡം, അത്രയ്ക്കും എൻ്റെ ജീവിതം മനോഹരമാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ വലിയ റിസ്ക് ആണെന്നോ കണ്ടുപിടിക്കപ്പെട്ടാൽ മകളുടെ ജീവിതം പ്രശ്നമാകുന്നോ ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം അവൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രായം തേടി നടക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മകൾ അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാം മാനേജ് ചെയ്യാമെന്ന്. മാഡം, ഇങ്ങനെയാണിപ്പോൾ അടിപൊളിയായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ മാഡത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന്? എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും അങ്ങനെ വിചിത്രമായ സ്വഭാവമുള്ള ഒരാളെ കാണുമ്പോഴേക്കും നമ്മൾ അവരുടെ വിചിത്രമായ സ്വഭാവത്തിലേക്ക് അങ്ങ് ചെന്ന് ചേർന്നിട്ട് അത് ശരിയാണ്, ഞാനും കൂട്ടത്തിൽ തുള്ളിയേക്കാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അയാളെ പറഞ്ഞ് തിരുത്തിയെടുക്കുന്നത്? ദാമ്പത്യ ജീവിതം പിന്നെ എന്തിനാണ്? അങ്ങനെ ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് അനിയന്ത്രിതമായിട്ട് കൊണ്ടു നടക്കാനാണോ? അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കൂട്ടു നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് എത്ര നാൾ അങ്ങർക്ക് ഇഷ്ടമാകും? ചിലപ്പോൾ അങ്ങർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ ചാടിപ്പോയാലോ?
അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയാലോ? അപ്പം മകൾ എന്ത് ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? ഇങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ സ്വഭാവം അത്ര നല്ലല്ലാത്ത ഒരാളുടെ സ്വഭാവത്തിന് നിങ്ങൾ കൂടെ പിടിക്കുകയാണ്, നിങ്ങൾ യോജിക്കുകയാണ്. അപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് പ്രഡിക്റ്റബിൾ അല്ല എന്ത് സംഭവിക്കുന്നുള്ളത്. അതിന് വരമരായികൾ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.